മറക്കാനാവാത്ത കെ എം മാണി, അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത ആ നാടെങ്ങനെയാണ് കേൾക്കുന്നത്? രഞ്ജിത്ത്, തീർച്ചയായും കരിങ്ങോഴയ്ക്കലെ ഈ വീട്ടിൽ ആ ഒരു മാണി സാറിൻ്റെ മരണ വാർത്ത അറിഞ്ഞ സമയം മുതൽ തന്നെ നിരവധി പേർ, പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നേരത്തെ തന്നെ സന്തത മറ്റും ദൃശ്യങ്ങളാണ് നേരത്തെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരും അത്യന്തം വേദനയോടുകൂടിയാണ് ഈ ഒരു വിയോഗ വാർത്തയെ കാണുന്നത്. ഒരുപക്ഷെ മാണിസാറിനൊപ്പം തുടക്കകാലം മുതൽ തന്നെ ഉണ്ടായിരുന്ന പലരും ഉണ്ട്. അവരുടെയൊക്കെ നമുക്ക് പ്രതികരണങ്ങൾ തേടാം എന്ന് കരുതുന്നു. എങ്ങനെയാണ് മാണിസാറിൻ്റെ ഒരു വിയോഗത്തെ കാണുന്നത്? സാറേ, എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് എൻ്റെ എല്ലാം ആയിട്ട് എൻ്റെ എല്ലാ സഹായങ്ങൾക്കും എൻ്റെ കൂടി ഉണ്ടായിരുന്നു. ഈ നാടിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ച നേതാവാണ് മാണി സാറ്. ഇവിടുത്തെ ജനങ്ങൾക്ക് അതറിയാം, ഈ ലോകത്തിന് മുഴുവൻ അറിയാം, കേരളം മുഴുവൻ അറിയാം. അത്ര ശക്തനായ ഒരു നേതാവായിരുന്നു മാണി സാറ്. അറിഞ്ഞ ദുഃഖത്തിൽ ഞങ്ങൾ വളരെ വേദനയോടുകൂടി ഇവിടെ കഴിയുകയാണ് ഇപ്പോൾ. കെ മാണിക്കൊപ്പം ഏറെക്കാലം സന്തത സഹചാരിയായിരുന്ന ആളാണ് തങ്കച്ചൻ. നമുക്ക് ഏതാണ്ട് 40 വർഷക്കാലം നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, എങ്ങനെയാണ് മാണി സാറിൻ്റെ ഒരു ഓർമ്മകളിപ്പോൾ? എൻ്റെ അപ്പം കൂട്ടിയാൽ എൻ്റെ ഫാദറെ മരിച്ചുപോയത് കൂട്ടിയാൽ ഇത്ര പെട്ടെന്നൊരു വിയോഗം ഉണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട്. കാര്യമില്ല. തങ്കച്ചൻ്റെ പ്രതികരണമാണ് കണ്ടത്. ബെന്നിയും നമ്മോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായി ഏറെക്കാലം ഉണ്ടായിരുന്നു. എങ്ങനെയാണ്? വൈകിട്ടാണ് സംഭവം അറിഞ്ഞത്. സീരിയസ് വന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച പോകുമ്പോഴും സാറ് ആരോടും പറഞ്ഞിട്ടില്ല. അവസ്ഥ എന്നാന്നുള്ളത് പുറത്ത് ആരോടും തന്നെ പറഞ്ഞിട്ടില്ല. സാറ് ആരെ അറിയിക്കാതെ ഇങ്ങനെ ചിരിച്ച് കളിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും നടക്കുന്നവർ. രഞ്ജിത്ത്, കെ എം മാണിയുടെ ഒരുപക്ഷെ ഇവർക്ക് കുടുംബാംഗങ്ങളെ പോലെയാണ്. തങ്കച്ചൻ്റെ പ്രതികരണം വന്നത് സ്വന്തം പിതാവ് മരിച്ച ഒരു വേദന തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ്. അത്രത്തോളം ഏതാണ്ട് 40 വർഷക്കാലമായി കെ എം മാണിക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ് തങ്കച്ചൻ. അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് കണ്ടത്. മറ്റ് ഉള്ളവർ കൂടിയുണ്ട്. എങ്ങനെയാണ് നിങ്ങളൊക്കെ ഈ ഒരു വേർപാടിനെ? ഈ നാടിൻ്റെ ഒരു ശക്തനായ നേതാവിനെയാണ് നഷ്ടമായിരിക്കുന്നത്. മാണി സാറിൻ്റെ വിയോഗം പാലക്കാർക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ്. എങ്ങനെ കാണുന്നു? പാലായുടെ നാഥനാണ് മാണി സാറ്. ഒരു നാഥൻ, ഒരു മൂത്ത നാഥൻ, ഒരു മരിച്ച ഒരു പ്രതീതിയാണ് ഞങ്ങൾക്ക്. പക്ഷേ ഇപ്പോഴും മാണി സാർ മരിച്ചു എന്ന് പറയുന്നത് ഇപ്പോഴും വിശ്വസിക്കാൻ വന്നിട്ടില്ല. കാരണം എപ്പോഴും ലൈവായിട്ട് ഞങ്ങളുടെ മുമ്പിൽ എപ്പോഴും ഉണ്ട്. പക്ഷേ പാലായ്ക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ തീരാത്ത ഒരു നഷ്ടമാണ് കേരള രാഷ്ട്രീയത്തിനും, പ്രത്യേകിച്ച് പാലായ്ക്കും. രഞ്ജിത്ത്, ഈ വീട്ടിൽ ഏതാണ്ട് കഴിഞ്ഞ മാർച്ച് 12 വരെ ഈ വീട്ടിൽ ഇരുന്നു കൊണ്ട് കെ എം മാണി രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്തിരുന്ന നേതാവാണ് എന്നതുകൂടിയാണ്. ഇവരെ സംബന്ധിച്ച് അവിശ്വസനീയമാണ് ഈ വിയോഗം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ മാർച്ച് 12-ന് തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയായി ഈ വീട്ടിൽ നിന്നുകൊണ്ടാണ് കെ എം മാണി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. നമുക്ക് പേരുടെ പ്രതികരണങ്ങൾ തേടാൻ കഴിയും. മാണി സാറിന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ അനൗൺസ്മെൻറ്റും മറ്റും നടത്തിയിരുന്ന ആളാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഓർക്കുന്നത്? നമുക്ക് മാണി സാറെന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാർക്ക് ജീവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം ഞങ്ങൾക്ക് ആർക്കും താങ്ങാൻ പറ്റുന്നതല്ല. അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. കാരണം നമ്മൾ എത്രത്തോളമാണ്, അതായത് പുള്ളി നമ്മളെ ഒരു അനൗൺസറായിട്ടല്ല കണ്ടുകൊണ്ടിരുന്നത്, നമ്മുടെ ഒരു മകനെ പോലെയാണ് നമ്മളെ കണ്ടുകൊണ്ടിരുന്നത്. സ്ഥിരമായിട്ട് ചേട്ടനായിരുന്നു തെരഞ്ഞെടുപ്പ് അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം. അതെങ്ങനെയാണ് അതിലേക്കൊക്കെ എത്തുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ മാണി സാറിൻ്റെ പ്രവർത്തനം അത്ര തന്നെ, മറ്റൊന്നുമില്ല. രഞ്ജിത്ത്, ഇത് തന്നെയാണ് വിതിമ്പിക്കൊണ്ട് തന്നെയാണ് ഓരോ പ്രവർത്തകരും അല്ലെങ്കിൽ കെ എം മാണിക്കൊപ്പമുള്ള ഓരോരുത്തരും പ്രതികരിക്കുന്നത്. ഒരുപക്ഷെ കെ എം മാണിക്ക് പാല എന്നതും ഈ വസതി എന്നതും അത്രത്തോളം വൈകാരികമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പല ബജറ്റുകളും അവതരിപ്പിക്കുമ്പോൾ പാലയ്ക്ക് വേണ്ടി വാരിക്കോരി കെ എം മാണി നൽകുമായിരുന്നു. അത് ഒരുപക്ഷെ പാലാ ബജറ്റ് എന്ന് പോലും പ്രതിപക്ഷാംഗങ്ങളെ പോലും കൊണ്ട് വിളിപ്പിക്കുന്ന സ്ഥിതി പോലും ഉണ്ടായിരുന്നു. അത്രത്തോളം ഈ പാലക്കാർക്ക് പ്രിയപ്പെട്ട ആളായിരുന്നു കെ എം മാണി എന്നതാണ് ഇവരുടെയൊക്കെ ഒരുപക്ഷെ ഈ വിതുമ്പുന്ന വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും പ്രവർത്തകർ ഇവിടേക്ക് എത്താൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് തന്നെ നിരവധി പ്രവർത്തകർ ഇവിടെ എത്തിയിരിക്കുന്നു. നാളെ മാത്രമായിരിക്കും ഇവിടേക്ക് മൃതദേഹം പാലയിലെ ഈ കരിങ്ങോഴയ്ക്കൽ വീട്ടിലേക്ക് എത്തിക്കുക എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കോട്ടയത്ത് എത്തിച്ച ശേഷം പാലയിലേക്ക് കൊണ്ടുവരികയും മറ്റന്നാൾ ഇവിടെ പാല കത്തീഡ്രൽ പള്ളിയിലായിരിക്കും കെ എം മാണിയുടെ ശവസംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുക എന്നതാണ് ഇവിടെ